പ്രിയമുള്ള സഹോദരീ സഹോദരന്മാർ, ഇന്ന് പെരുന്നാൾ ദിനമാണ്, ആഘോഷത്തിന്റെ ദിനമാണ്. ഒരു മാസം നീണ്ടുനിന്ന കഠിനമായ വ്രതം വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ ആഘോഷമാണിന്ന്. ധാരാളം നമസ്കാരങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹുവിലേക്ക് അടുത്തതിന്റെ സന്തോഷം പങ്കിടുന്ന ദിവസമാണിന്ന്. നീണ്ട രാത്രികളിൽ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് ജീവിതത്തെ വിശുദ്ധമാക്കിയതിന്റെ, കരുത്താർജിച്ചതിന്റെ സന്തോഷം പങ്കിടുന്ന ദിവസമാണ് ഇന്ന്. എന്നാൽ ഈ ദിവസം നമ്മൾ അവലോകനം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അമലുകൾ ചെയ്തിട്ടുണ്ട്. ആ അമലുകൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമായോ എന്നുള്ള അവലോകനമാണ്. അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ മാർഗം അമലുകൾ ഇഖ്ലാസോടുകൂടിയായിരിക്കുക എന്നുള്ളതാണ്. അമലുകൾ ചെയ്യുന്നതിന്റെ ശരിയായ പ്രചോദനം എന്തായിരുന്നു? അല്ലാഹുവിന്റെ തൃപ്തിയായിരുന്നോ പ്രചോദനം? റിസായെ ഇലാഹി, അല്ലാഹുവിന്റെ പൂർണ്ണമായ ഇഷ്ടം നേടലായിരുന്നോ നിങ്ങളുടെ ലക്ഷ്യം? സ്വർഗം പ്രാപിക്കലായിരുന്നോ നമ്മുടെ ലക്ഷ്യം? നരകത്തിൽ നിന്ന് രക്ഷ നേടലായിരുന്നോ നമ്മുടെ ലക്ഷ്യം? ഇവയായിരുന്നു ലക്ഷ്യമെങ്കിൽ അത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അല്ലാഹുവിങ്കൽ നമ്മുടെ അമലുകൾ സ്വീകാര്യമായി തീരുകയുള്ളൂ. അല്ലാഹു വീഴ്ചകൾ പൊറുത്തു നിന്നുകൊണ്ട് നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഷയം, നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്. ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ ഒരു ആരാധനയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ, ഒരു അനുഷ്ഠാനത്തിന് കഴിയുന്നില്ലെങ്കിൽ, ആ ആരാധന കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു റമദാനിന്റെ സന്ദർഭത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കണം. കം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. എത്ര നോമ്പുകാരാണ്, മാസം മുഴുവൻ അവർ നോമ്പനുഷ്ഠിച്ചു, പക്ഷേ വിശപ്പ് മാത്രമാണ് അവർക്ക് ബാക്കിയായത്. ജീവിതത്തിൽ യാതൊരു പരിവർത്തനവും ആ നോമ്പ് വരുത്തിയില്ല. ഒരുപാട് നിന്ന് നമസ്കരിച്ചു. വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. രാത്രി ഉറക്കമിളച്ചുകൊണ്ട് നിന്ന് നമസ്കരിച്ചു, ദീർഘമായി നമസ്കരിച്ചു, പക്ഷേ മാസം കഴിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിയായത് ഉറക്കമിളച്ചത് മാത്രമാണ്. ജീവിതത്തിൽ യാതൊരു പരിവർത്തനവും ഉണ്ടായിട്ടില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരമാണെങ്കിൽ അത് നിഷിദ്ധവും മ്ലേച്ഛവുമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതായിരിക്കണം. അതിനെ തടയുവാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നമസ്കാരമാണ്, അല്ലാഹു അത് സ്വീകരിക്കും. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വ ശറാബഹു. മ്ലേച്ഛമായ വാക്കുകളും പ്രവൃത്തികളും, പൊള്ളയായ വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിക്കുവാൻ തയ്യാറായിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നോമ്പ് നോറ്റുകൊള്ളണമെന്ന്, അയാൾ വിശപ്പ് സഹിച്ചുകൊള്ളണമെന്ന്,
അയാൾ ദാഹം സഹിച്ചു കൊള്ളണമെന്ന് അള്ളാഹുവിന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ പര്യാപ്തമായോ നിങ്ങളുടെ നോമ്പ്, എങ്കിൽ ആ നോമ്പ് ഫലവത്താണ്. നിങ്ങൾ ശഅബാൻ മാസത്തിൽ എങ്ങനെയിരുന്നു, റമളാൻ മാസത്തിൽ എങ്ങനെയിരിക്കുന്നു എന്നതിലല്ല അള്ളാഹുവിന്റെ താരതമ്യം. ശഅബാനും റമളാനും തമ്മിലല്ല താരതമ്യം, മറിച്ച് ശഅബാനും ശവ്വാലും തമ്മിലാണ് താരതമ്യം. ശഅബാൻ മാസത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു മാസത്തെ പരിശീലന പരിപാടിയിലൂടെ ശവ്വാലിലേക്ക് വാതിൽ തുറക്കുമ്പോൾ നിങ്ങളുടെ മനസ്സെവിടെ നിൽക്കുന്നു, നിങ്ങളുടെ മസ്തിഷ്കം എന്ത് ചിന്തിക്കുന്നു, നിങ്ങളുടെ ആത്മീയ ശക്തി എന്താണ്, ജീവിതത്തിൽ എന്തെന്തൊക്കെ മൂല്യങ്ങൾ നിങ്ങൾ വരും മാസങ്ങളിൽ പുലർത്തും എന്നുള്ളതാണ് നിങ്ങളുടെ അമലുകൾ സ്വീകാര്യമായിരുന്നു എന്ന് പരിശോധിക്കുവാനുള്ള ഉരകല്ല്. ഒന്നാമത്തേത് ഇഖ്ലാസാണ്, രണ്ടാമത്തേത് ജീവിതത്തിൽ വരുത്തുന്ന പരിവർത്തനമാണ്. ഇത് രണ്ടും പരസ്പരം വിരുദ്ധമായ രണ്ടു കാര്യങ്ങളായി നിങ്ങൾ കാണേണ്ടതില്ല. ഇഖ്ലാസോടുകൂടിയാണോ അമലുകൾ ചെയ്തത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കുവാൻ അത് പര്യാപ്തമായിരിക്കും. ശഅബാനിലെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ശവ്വാലിലും ശവ്വാലിനെ തുടർന്നുള്ള മാസങ്ങളിലും നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാക്കാം നിങ്ങളുടെ ഇബാദത്തുകൾ ഇഖ്ലാസോടുകൂടിയായിരുന്നുവെന്ന്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, എന്നോട് ഞാൻ പറയുകയാണ്, നമ്മൾ ജീവിതത്തിൽ വളർത്തിയെടുത്ത തഖ്വ, ജീവിത വിശുദ്ധി അടുത്ത ജീവിതാന്ത്യം വരെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് ഖുർആനുമായിട്ടാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരേണമേ. ആ വഴിയാണ് അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹിദായത്ത് ആണത്. ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ മറുപടിയാണ് അല്ലാഹുവിന്റെ ഖുർആൻ. ആ ഖുർആനുമായി നമ്മൾ നിരന്തരമായി ബന്ധം പുലർത്തി. ഈ ഒരു മാസത്തിൽ ധാരാളം പാരായണം ചെയ്തു കേട്ടു, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചു, തഫ്സീറുകൾ വായിക്കാൻ ശ്രമിച്ചു, ചില ഭാഗങ്ങൾ ഹൃദിസ്ഥമാക്കാൻ ശ്രമിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ ആ ഖുർആൻ നമ്മുടെ ഹിദായത്തിന്റെ ഗ്രന്ഥമായി മാറിയിട്ടുണ്ടോ? അത് നമ്മുടെ വ്യക്തിജീവിതത്തിന് വഴി കാണിക്കുമോ? അത് നമ്മുടെ കുടുംബജീവിതത്തിന് വഴി കാണിക്കുമോ? അത് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾക്ക് വഴി കാണിക്കുമോ? അത് നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് വഴി കാണിക്കുമോ? അത് നമ്മുടെ പൗരത്വ ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ പങ്കു കാണിക്കുമോ, വഴി കാണിക്കുമോ? അത് അന്താരാഷ്ട്ര മൂല്യങ്ങൾ വെച്ചു പുലർത്തുന്നതിൽ നമുക്ക് വഴി കാണിക്കുമോ? ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. ഖുർആനിനെ നമ്മൾ പിന്തുടരുന്നു എന്നതിനർത്ഥം അല്ലാഹുവിനെ നമ്മൾ കേൾക്കുന്നു, അല്ലാഹുവിനെ നമ്മൾ പിന്തുടരുന്നു എന്നുള്ളതാണ്. ഖുർആനിനെ നമ്മൾ തള്ളിക്കളയുന്നു എന്നതിനർത്ഥം അല്ലാഹുവിനെ നമ്മൾ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. ഖുർആനിൽ നിന്ന് ഹിദായത്ത് സ്വീകരിക്കുന്നതിന് പകരം മറ്റ് പലയിടങ്ങളിൽ നിന്നും നമ്മൾ ഹിദായത്തുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം നമ്മൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നു എന്നുള്ളതാണ്.
അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു എന്നുള്ളത്. വമൻ യക്ഫുർ ബിത്താഗൂത്ത്, എല്ലാ ദൈവേതര ശക്തികളെയും നിഷേധിക്കണം. വയുമിൻ ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കണം. എങ്കിൽ ഫഖദ് ഇസ്തംസക ബിൽ ഖുർവത്തിൽ വുസ്ഖാ, ബലിഷ്ഠമായ പാശത്തെ മുറുകെ പിടിച്ചവനാകും നിങ്ങൾ. അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി തന്ന ഹബിലുല്ലാഹിൽ മതീൻ, അല്ലാഹുവിന്റെ ബലിഷ്ഠമായിട്ടുള്ള പാശമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. ആ ഖുർആനിനെ ഹിദായത്തായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, മാർഗദർശനമായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, നിങ്ങൾ ബലിഷ്ഠമായിട്ടുള്ള പാശത്തെയാണ് മുറുകെ പിടിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പാശത്തെ നിങ്ങൾ തള്ളിക്കളയുന്നുവെങ്കിൽ, ആ പാശവുമായുള്ള ബന്ധം നിങ്ങൾ അടുത്തുമാറ്റുന്നുവെങ്കിൽ, അത് ദുർബലപ്പെടുത്തുന്നുവെങ്കിൽ, ആ പാശത്തെ പിടിക്കുന്നതിന് പകരം മറ്റു പല പാശങ്ങളെയും നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹു പറയുന്നു, വമൻ യുശ്രിക് ബില്ലാഹ്, ഈ പാശത്തെ വിട്ടുകൊണ്ട് മറ്റു പാശങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോയാൽ ആകാശത്ത് നിന്ന് നിങ്ങൾ വീണതുപോലെയായിരിക്കും. നിങ്ങളുടെ പ്രകൃതമുണ്ടല്ലോ, ആ പ്രകൃതത്തിന് ഏറ്റവും യോജിച്ചത് ഈ തൗഹീദാണ്, ഈ ഹിദായത്താണ്. അത് നിങ്ങൾ നിരാകരിക്കുന്നതോടുകൂടി, അതോടൊപ്പം മറ്റ് ഹിദായത്തുകൾ സ്വീകരിക്കുന്നതോടുകൂടി നിങ്ങൾ ആ ആകാശത്ത് നിങ്ങൾ തെറിച്ചു വീഴും. വേട്ടപ്പക്ഷികൾ കാത്തിരിക്കുന്നുണ്ട്. ആ വേട്ടപ്പക്ഷികൾ നിങ്ങളെ കൊത്തിക്കൊണ്ടുപോകും. അല്ലെങ്കിൽ കാറ്റ് വരുന്നുണ്ട്, ആ കാറ്റ് നിങ്ങളെ കൊണ്ടുപോകും. അഗാധഗർത്തങ്ങളിലേക്ക്, പാറക്കെട്ടുകളുള്ള അഗാധഗർത്തങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ മദ്രസകളിൽ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഓതാൻ പഠിച്ചിട്ടുണ്ട്, കാണാതെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മദ്രസകളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഹിദായത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചില്ല. അത് സ്വീകരിക്കരുത് എന്ന പ്രഭാഷണമാണ് ഭൗതികന്മാർ നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. അത് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ മതമൗലികതാവാദികളാകുന്നു. ആ ഹിദായത്തുകളെ നിങ്ങൾ തള്ളിക്കളഞ്ഞു. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് കേട്ടു, ലിബറലിസ്റ്റുകൾ പറയുന്നത് കേട്ടു, സ്വതന്ത്രവാദികൾ പറയുന്നത് കേട്ടു, ക്യാപിറ്റലിസ്റ്റുകളുടെ പാത പിന്തുടർന്നു. അങ്ങനെ നടന്ന് നടന്ന് അവസാനം നമ്മുടെ സന്താനങ്ങളെ, നമ്മളെ തന്നെയും വേട്ടപ്പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുകയാണ് ലിബറലിസത്തിലൂടെ. നമ്മുടെ കുട്ടികളുടെ ശരീരം നശിക്കുകയാണ് മയക്കുമരുന്നിലൂടെ. നമ്മുടെ കുട്ടികളുടെ ബുദ്ധി നശിക്കുകയാണ് മയക്കുമരുന്നിലൂടെ. നമ്മുടെ കുട്ടികളുടെ മനസ്സ് നശിക്കുകയാണ് മയക്കുമരുന്നിലൂടെ. നമ്മുടെ കുട്ടികളുടെ സ്വഭാവം നശിക്കുകയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ സ്വാസ്ഥ്യം നശിക്കുകയാണ്. ഒരു മാർഗമേ ഉള്ളൂ. നിങ്ങൾ ഏത് ഖുർആനെ സ്നേഹിക്കുന്നുണ്ടോ, ഏത് ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ടോ, ഏത് ഖുർആനും നിങ്ങളുടെ മാറോടക്കി പിടിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിലെ ഗ്രന്ഥപ്പുരയിൽ ഏറ്റവും ഉപരി ഭാഗത്ത് വെച്ചിട്ടുള്ള, ഏറ്റവും മുകളിൽ വെച്ചിട്ടുള്ള ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരണം ഖുർആനിലേക്ക്, അല്ലാഹുവിന്റെ ഹിദായത്തിലേക്ക്. അത് നിങ്ങൾ തള്ളിക്കളയുമ്പോൾ നിങ്ങളുടെ ചിന്താഗതികൾ വന്നുൽ ജാഹിലിയത്തായി മാറും. നിങ്ങളെ ഭരിക്കുന്നവർ ഹുകുമുൽ ജാഹിലിയത്തായി മാറും. നിങ്ങളുടെ സംസ്കാരം തബറുജുൽ ജാഹിലിയത്താകും. നിങ്ങളുടെ സാമൂഹ്യ ഘടന ഹമിയത്തുൽ ജാഹിലിയത്താകും. ഇത് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള പദങ്ങളാണ്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്ന് മാത്രം. റമളാനിൽ നമ്മൾ ശീലിച്ചത് ദാനം ചെയ്യാനാണ്.
ദാനം ചെയ്യുക എന്നത് മുവാസാത്തിന്റെ ലക്ഷണമാണ്, എംപതിയുടെ ലക്ഷണം. റമളാൻ ഷഹ്റുൽ മുവാസാത്ത്, എംപതിയുടെ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ഒരു കഥയുണ്ട്. ഒരു പെരുന്നാളിന് നബി ഇറങ്ങി പോകുമ്പോൾ കുട്ടികൾ വളരെ ആഹ്ലാദഭരിതമായി കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊരു കുട്ടി കരയുകയാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു കുട്ടി ഇങ്ങനെ കരയുന്നു. റസൂൽ ചെന്നു, കുട്ടിയെ അടക്കി പിടിച്ചു, മാറോട് ചേർത്തു. കുട്ടിയോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? കുട്ടി പറഞ്ഞു, എന്റെ പിതാവ് ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുപോയി. എന്റെ മാതാവിനെ വേറെ ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. ഞാൻ അനാഥമാണ്. എനിക്കിന്ന് പണമില്ല, വസ്ത്രമില്ല, എനിക്ക് ഭക്ഷണമില്ല, കുട്ടികളോടൊപ്പം എനിക്ക് കളിക്കാൻ കഴിയുന്നില്ല. അപ്പൊ റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ നിന്റെ ഉപ്പയായാൽ എങ്ങനെയുണ്ടാകും? ആയിഷ നിന്റെ ഉമ്മയായാൽ എങ്ങനെയുണ്ടാകും? റളിയല്ലാഹു തആല. ഫാത്തിമ നിന്റെ സഹോദരിയായാൽ എങ്ങനെയുണ്ടാകും? റളിയല്ലാഹു തആല. ഹസനും ഹുസൈനും നിന്റെ കളിക്കൂട്ടുകാരായാൽ എങ്ങനെയുണ്ടാകും? എന്തു പറയാൻ? കുട്ടി കൂടെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോ കുട്ടി തിരികെ വന്നു. ആളുകൾ ചോദിച്ചു, ദൂരെ കരയായിരുന്നില്ലേ, ഇപ്പൊ എങ്ങനെ ചിരിക്കുന്നു? പറഞ്ഞു, എനിക്ക് വസ്ത്രം കിട്ടി, എനിക്ക് ഭക്ഷണം കിട്ടി, എനിക്കൊരു പിതാവിനെ കിട്ടി, ആയിഷ ബീബിയെ പോലെയുള്ള ഒരു മാതാവിനെ കിട്ടി, ഫാത്തിമ ബീബിയെ പോലെയുള്ള ഒരു സഹോദരിയെ കിട്ടി, എനിക്ക് കളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാരെ കിട്ടി. ഇതാണ് എംപതി. ആളുടെ വികാരങ്ങൾ, ദുഃഖങ്ങൾ സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന എംപതി. ഈ എംപതിയുടെ മാസമായിരുന്നു റമളാൻ. നമ്മുടെ ജീവിതത്തിൽ എംപതി കാണിക്കേണ്ട മാസമല്ല. നമ്മുടെ ജീവിതത്തിൽ എംപതി ഒരു സ്വഭാവമായി, ഒരു ഹാബിറ്റായി, ജീവിതചര്യയായി ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു മാസമായിരുന്നു റമളാൻ എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തത് ഇസ്തിഗ്ഫാർ എന്ന ജോലിയായി. ഇസ്തിഗ്ഫാർ എന്താണ്? തൗബ ചെയ്യായിരുന്നു നമ്മൾ. പക്ഷെ ഖുർആൻ പറയുന്ന കാര്യമുണ്ട്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും. എന്റെ സമൂഹമേ, ഹൂദ് അലൈഹി ഇസ്ലാമിന്റെ നാവിലൂടെയാണ് പറയുന്നത്, എന്റെ സമൂഹമേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പൊറുക്കലിനെ തേടുക, സുമ്മ തൂബൂ ഇലൈഹി, അവനിലേക്ക് മടങ്ങുക, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ധാരാളമായി മഴ വർഷിപ്പിക്കപ്പെടും, അനുഗ്രഹങ്ങൾ വർഷിക്കും, വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, നിങ്ങൾ തൗബ ചെയ്താൽ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയുകയാണ്. കഴുകിക്കളയുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്നത് ജീവിത വിശുദ്ധിയാണ്. അതൊരാത്മീയമായ ശക്തിയാണ്, അതൊരു ധാർമ്മികമായ ശക്തിയാണ്. ആ ശക്തി നിങ്ങളെ മരിക്കാൻ ഭയമില്ലാത്തവരാക്കി മാറ്റും. നിങ്ങൾക്ക് മരിക്കാൻ ഭയം ഉണ്ടാവില്ല. മരിക്കാൻ ഭയമുണ്ടാകുന്നില്ലെങ്കിൽ ജീവിക്കാൻ നല്ല സൗകര്യമായിരിക്കും. ധൈര്യത്തോടുകൂടി ജീവിക്കാം, സിംഹത്തെ പോലെ ജീവിക്കാം, ശക്തരായി ജീവിക്കാം. അതുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കരുത്താണ് നൽകുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയത് മുതൽ 23 കൊല്ലക്കാലം പ്രതിസന്ധികളില്ലാത്ത ഒരു ദിവസവും കൂടി കടന്നുപോയിട്ടില്ല. പക്ഷേ ആ പ്രതിസന്ധികളിൽ അദ്ദേഹം പാറ പോലെ ഉറച്ചു നിന്നു. കാരണം ഒരു ദിവസം 100ഉം 1000ഉം പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും ശേഷി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് ഗസയിൽ
തുല്യതയില്ലാത്ത കഴിഞ്ഞ 1000 കൊല്ലത്തിനിടക്ക് ഒരു കമ്മ്യൂണിറ്റിയും, ഒരു സമൂഹവും, ഒരു ജനതയും ഇത്ര കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടില്ല. ഇത്രയും വലിയ സബറും ഇസ്തിഖാമത്തും പ്രദർശിപ്പിച്ചിട്ടില്ല. വരുന്ന 1000 കൊല്ലം ഇനി ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് അത് കഴിയുമെന്നും തോന്നുന്നില്ല. അത്രമാത്രം അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞത്, പാറ പോലെ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് അവരുടെ അല്ലാഹുവുമായുള്ള ബന്ധം കൊണ്ടാണ്. തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ ജീവിത വിശുദ്ധി കൈവരിക്കുന്നത് കൊണ്ടാണ്. അത് നിങ്ങൾക്കുമുള്ള പാഠമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഐക്യപ്പെടണം എന്നതോടൊപ്പം നമുക്കും അതൊരു പാഠം തന്നെയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതിന് 3 അടിസ്ഥാനപരമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അവരുടെ പള്ളികൾ, രണ്ടാമത്തേത് അവരുടെ മദ്രസകൾ, മൂന്നാമത്തേത് അവരുടെ നിലനിൽപ്പിന്റെ ആധാരം എന്ന നിലക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന, പരന്നു കിടക്കുന്ന ഔഖാഫുകൾ. ഇന്ത്യ എന്ന് പറയുന്ന ഐഡിയ രൂപപ്പെട്ടപ്പോൾ മുസ്ലിം സമൂഹം സർവ സന്തോഷത്തോടും കൂടി ഈ രാജ്യത്ത് നിന്നത് ഈ കമ്മ്യൂണിറ്റി സംരക്ഷിക്കപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു. അത് തന്നെ തുടർന്നു പോന്നു, ഒരു മാറ്റവും വരാതെ തുടർന്നു പോന്നു. പക്ഷെ കഴിഞ്ഞ പതിറ്റാണ്ട് അതിന് മാറ്റം വന്ന പതിറ്റാണ്ടാണ്. പള്ളി ഒന്നൊന്നായി തെരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ തീരുമാനത്തെ സുപ്രീം കോടതി തന്നെ അവഗണിക്കുകയാണ്. എന്നിട്ട് എല്ലായിടത്തും ചെന്ന് കിളച്ചു നോക്കുകയാണ്. പള്ളിയെ നശിപ്പിക്കുവാനുള്ള മാർഗം. മദ്രസകൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റമദാനിലും 100 കണക്കിന് മദ്രസകളാണ് ഗവൺമെന്റ് ഇടപെട്ട് പൂട്ടിച്ചത്. ഇപ്പോൾ അവസാനമായി വഖഫിന് നേരെയും തിരിഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ വിശുദ്ധരായിരിക്കുക, എങ്കിൽ നിങ്ങൾ ശക്തരായിരിക്കും. ഇനി വരാൻ പോകുന്ന നാടുകൾ നിങ്ങൾക്ക് അടങ്ങിയിരിക്കാനുള്ള നാടുകളല്ല. ജനാധിപത്യപരമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തെരുവുകൾ സജീവമാക്കേണ്ട നാളുകളാണ് വരാനിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ ഔഖാഫിനെ സംരക്ഷിക്കുവാൻ, പള്ളികളെ സംരക്ഷിക്കുവാൻ, മദ്രസകളെ സംരക്ഷിക്കുവാൻ, ഇന്ത്യൻ ഭരണഘടനയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെ സംരക്ഷിക്കുവാൻ, രാജ്യത്തിന്റെ പൗരാവകാശത്തെ സംരക്ഷിക്കുവാൻ, രാജ്യത്തിന്റെ പ്ലൂരാലിറ്റിയെ സംരക്ഷിക്കുവാനുള്ള പ്രക്ഷോഭങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടതായി വരും. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക, കരുതിയിരിക്കുക എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന് ഏറ്റവും ശരിയായ ദിശ കാണിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഗസ്സയിലെ നിവാസികൾ, അവർക്ക് നീ സമാധാനം ചൊരിയണമേ തമ്പുരാനെ. അവരിൽ വിശക്കുന്നവർക്ക് നീ ഭക്ഷണം നൽകണമേ തമ്പുരാനെ. അവരിൽ പരിക്കേറ്റവർക്ക് നീ ആശ്വാസം നൽകണം തമ്പുരാനെ. രോഗികൾക്ക് നീ ശിവ നൽകണമേ തമ്പുരാനെ. അവരിൽ നിന്ന് രക്തസാക്ഷികളായവരുടെ രക്തസാക്ഷ്യം നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഗസ്സക്ക് വേണ്ടി ഞങ്ങളുടെ കയ്യിലുള്ളത് പ്രാർത്ഥന മാത്രമാണ് പഠിച്ചോനെ, വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ ഈ സന്ദർഭത്തിൽ സന്തോഷത്തിന്റെ പെരുന്നാളിന്റെ സന്തോഷത്തിൽ കണ്ണുനീർ വാർത്തുകൊണ്ട് നിന്നോട് പറയാണ് പഠിച്ചോനെ, നീ അവർക്ക് സമാധാനം നൽകണമേ, അവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ. ഖുദ്സിൽ അല്ലാഹുവിന്റെ മസ്ജിദുൽ അഖ്സയിൽ ചെന്ന് ധൈര്യസമേതം ഭയമേതുമില്ലാതെ സുജൂദ് ചെയ്യുവാൻ അവർക്ക് നീ കരുത്ത് നൽകണമേ തമ്പുരാനെ. اللهم تقبل منا اللهم تقبل منا صيامنا وقيامنا وتقبل منا صدقاتنا وزكواتنا يا رب العالمين.
اللهم اجعل شهر رمضان شاهدا لنا لا شاهدا علينا. آمين. واجعله حجة لنا لا حجة علينا. آمين. اللهم اجعل القرآن شاهدا لنا لا شاهدا علينا. آمين. اللهم اجعله حجة لنا لا حجة علينا. آمين. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا آمين. وجلاء همنا وغمنا يا رب العالمين. اللهم ارزقنا بكل حرف من القرآن حلاوة، آمين. وبكل كلمة كرامة، آمين. وبكل آية سعادة، آمين. وبكل سورة سلامة، آمين. وبكل جزء جزاء يا رب العالمين. آمين. اللهم اغفر للمؤمنين والمؤمنات آمين. والمسلمين والمسلمات آمين. الأحياء منهم يا قاضي الحاجات. آمين. اللهم اشف أمراضنا، آمين. اللهم اشف أمراضنا، أمراض آبائنا، آمين. أمراض أمهاتنا، آمين. أمراض إخواننا، آمين. أمراض بناتنا. اللهم اشف أمراض أبنائنا يا رب العالمين، بإخواننا يا رب العالمين. اللهم اشف أمراض أقربائنا وأحبائنا يا رب العالمين. اللهم اغفر ذنوبنا وذنوب آبائنا وأمهاتنا وإخواننا وأخواتنا وأبنائنا وبناتنا وأحبائنا وأقربائنا وأساتذتنا ولمن أوصانا بالدعاء يا رب العالمين. اللهم بارك في أبنائنا، اللهم بارك في بناتنا، اللهم بارك عليهم أجمعين يا رب العالمين. اللهم نجهم من كل هم وغم، اللهم نجهم ونجنا من كل كسل وحزن، اللهم نجهم ونجنا من كل لغو وبغاوة، اللهم نجنا ونجهم من كل شيء مسكر يا رب العالمين. اللهم انصر المجاهدين في أنحاء العالم، اللهم انصر المجاهدين في أنحاء العالم يا رب العالمين. اللهم انصرنا لحفظ المساجد الذي يذكر فيه اسمه، اللهم والمدارس الذي يدرس فيها دينك يا رب العالمين، والأوقاف التي جعلتها قياما للإسلام والمسلمين. اللهم لا تسلط علينا من لا يرحمنا يا رب العالمين. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في غزة يا رب العالمين. اللهم انصر المجاهدين في غزة وفلسطين، اللهم انصرهم، اللهم ارزقهم القوة والحمة والصبر والثبات يا رب العالمين، ورابط على قلوبهم. اللهم داوي جرحاهم واشف مرضاهم وتقبل شهداءهم وأطعم جوعاهم وآمن روعاتهم يا رب العالمين، وآمن روعاتهم يا رب العالمين. اللهم اجعل السكنة لمن أخرجوا من ديارهم يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخوان الذين آمنوا بإيمان ولا تجعل في قلوبنا غلا للذين آمنوا إنك رؤوف رحيم. والسلام والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.